ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്റ്റുഡൻസ് ഫോക്കസ്. നമ്മൾ ഇന്ന് പബ്ലിക് സെക്ടറിൻ്റെ റോള് പല പീരീഡിൽ എങ്ങനെയാണ് ചേഞ്ച് ആയത്, ഇപ്പോഴത്തെ പബ്ലിക് സെക്ടറിൻ്റെ റോള് പ്രസൻറ്റ് സിറ്റുവേഷനിൽ പബ്ലിക് സെക്ടറിൻ്റെ റോൾ എന്താണ്, ആ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് പല പീരീഡായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ എളുപ്പം. ഫസ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം 1990s വരെയുള്ള ഒരു പീരീഡിൽ എങ്ങനെ ചേഞ്ചസ് വന്നു എന്ന് നോക്കാം. അത് കഴിഞ്ഞ് 1990s ശേഷം പിന്നെ പ്രസൻറ്റ് സിറ്റുവേഷൻ, അങ്ങനെ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ റോഡ്സ് ഡെവലപ്പ് ചെയ്യണം, പബ്ലിക്കിന് റീസണബിൾ റേറ്റിൽ ഗുഡ്സ് ഒക്കെ ഡെലിവർ ചെയ്യണം. അപ്പോൾ അത് പ്രൈവറ്റ് സെക്ടറിനകത്ത് നമ്മളതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമോ, നിങ്ങളതിൻ്റെ ചെയ്യുമോ, എങ്ങനെയാണ് റോഡ്സ് ഡെവലപ്പ് ചെയ്യണം, ആളുകൾക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ബാക്കി സ്കൂൾസ് കോളേജസ്, അങ്ങനെ പല ഫെസിലിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുണ്ട്. സോ നിങ്ങളതിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ പ്രൈവറ്റ് സെക്ടർ എന്ത് പറഞ്ഞു, നിങ്ങളുടെ ഐഡിയയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഞങ്ങൾ ചെയ്യില്ല, വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ഒന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമല്ല, കൂടുതൽ പീരീഡ് എടുത്ത് നമുക്ക് മുടക്കിയ പൈസ തിരിച്ചു കിട്ടുന്ന രീതിയിൽ, അതാണ് നോ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ലോങ് ജസ്റ്റേഷൻ പീരീഡ്. അതായത് ഇന്ന് ഞാനിപ്പോൾ ഒരു 10 കോടി മുടക്കി ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ റോഡ് കൺസ്ട്രക്ട് ചെയ്താൽ ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ടോ നെക്സ്റ്റ് മന്തിലോ നെക്സ്റ്റ് വീക്കിലോ എനിക്ക് അതിൻ്റെ റിട്ടേൺ തിരിച്ചു കിട്ടുമോ? ഇല്ല. നമ്മളിപ്പോൾ ടോള് വെച്ചാലും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ടാക്സ് പോലെ എമൗണ്ട് വെച്ചാലും അത് ഒത്തിരി വർഷം കൊണ്ടല്ലേ ആ എമൗണ്ട് പബ്ലിക്കിൻ്റെ നമുക്ക് പിരിഞ്ഞ് നമ്മൾ മുടക്കിയ എമൗണ്ടോ അതിന് മേളിലോ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലോങ് ജസ്റ്റേഷൻ പീരീഡിലുള്ള പ്രൊജക്ട്സിലൊന്നും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുപോലെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒന്നും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സോ പ്രോഫിറ്റബിളായ വെഞ്ചേഴ്സിൽ മാത്രമേ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, പ്രോഫിറ്റബിൾ ബിസിനസ് മാത്രമേ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പ്രൈവറ്റ് സെക്ടർ റിപ്ലൈ കൊടുത്തു. സോ ഗവൺമെൻറ്റിന് നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? പബ്ലിക്കിന് സപ്പോർട്ടിന് വേണ്ടിയും പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണല്ലോ ഗവൺമെൻറ്റിനെ എലക്ട് ചെയ്തേക്കുന്നത്. സോ അവരത് ചെയ്യണം. അപ്പോൾ അവർക്കത് വേറെ നിവർത്തിയില്ല. സോ ഗവൺമെൻറ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ചെയ്യാൻ ഗവൺമെൻറ് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്രൊജക്റ്റ് ചെയ്യാനോ ആളുകൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് റീസണബിൾ റേറ്റിൽ ജനറൽ പബ്ലിക്കിന് അവർക്ക് ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് അതിൽ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നെക്സ്റ്റിന് വരുന്ന 5 വർഷത്തേക്ക് എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കുന്നു. അത് വെച്ചിട്ട് ഗവൺമെൻറ് ഈ പ്രൈവറ്റ് സെക്ടർ ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നു. റോഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡാംസ്, ബ്രിഡ്ജസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുന്നു. ഇനി 1990 ശേഷം നമ്മുടെ എക്കണോമിക് പോളിസിയിൽ കുറച്ചും കൂടി എംഫസിസ് ഗവൺമെൻറ് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ LPGക്കാണ്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പം നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയില്ലേ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് 100 കൂട്ടം ഫോർമാലിറ്റി ഉണ്ടെന്ന്. അപ്പോൾ അതുപോലെ ഒത്തിരി ഫോർമാലിറ്റീസ്, ഒത്തിരി കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു ബിസിനസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ പോളിസീസ് അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസൊക്കെ ഗവൺമെൻറ് കുറച്ച് അയച്ചു കൊടുത്തു, ഒരു ലിബറലൈസ് ചെയ്ത് കൊടുത്തു. കാരണം നേരത്തെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 100 പ്രൊസീജിയർ ഉണ്ടെന്ന് വയ്ക്കുക, ഒരു ബിസിനസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അത് മാറ്റി 10ഓ 20ഓ പ്രൊസീജിയർ ആക്കി കൊടുത്തു. അപ്പോൾ എന്താ, കൂടുതൽ ആളുകൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്നു, കൂടുതൽ ബിസിനസ് ഓപ്പൺ ആവുന്നു, കൂടുതൽ കമ്പനീസ് ഓപ്പൺ ആവുന്നു. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ് രംഗത്തേക്ക് വരാനും കൂടുതൽ ബിസിനസ് ഫേംസ് ഓപ്പൺ ആവാനും വേണ്ടി പോളിസീസ് ലിബറലൈസ് ചെയ്ത് കൊടുത്തു. അതാണ് ലിബറലൈസേഷൻ. ഇനി പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ, നേരത്തെ പബ്ലിക് മാത്രം വച്ചിരുന്ന മേഖല, പബ്ലിക് ഓർഗനൈസേഷൻ മാത്രം കൈയടക്കി വാണിരുന്ന മേഖലകളിൽ കൂടുതൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിനെ നമ്മൾ വിളിക്കുവാണ്. നിങ്ങൾക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതിനൊരു ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉള്ള കമ്പനീസ് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിനെ നമ്മൾ കൂടുതൽ ബിസിനസ് രംഗത്തേക്ക് ആകർഷിക്കുകയാണ്. ഇനി ഗ്ലോബലൈസേഷൻ എന്താ? ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് പുറത്ത് പോയി ബിസിനസ് ചെയ്യണമെങ്കിൽ പുറത്ത് പോയി ബിസിനസ് ചെയ്യാം, ഇന്ത്യക്ക് വെളിയിൽ, അല്ലെങ്കിൽ വെളിയിലുള്ള കമ്പനീസിന് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ബിസിനസ് ചെയ്യാം. നാഷണൽ ബൗണ്ടറീസ് നോക്കാതെ എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതിലും എന്താ പറ്റുന്നത്? അതിലും
പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെയുള്ളൊരു പ്രൈവറ്റ് എൻ്റർപ്രൈസ് ആണെങ്കിൽ അവർക്ക് പുറത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ അവർക്കത് ചെയ്യാൻ സാധിക്കും. അതുപോലെ പുറത്തുള്ള കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ LPG വഴി കൂടുതലും പ്രൈവറ്റൈസേഷനാണ്, അതായത് പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് കൂടുതൽ ബിസിനസ് രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് പോളിസീസിൽ എംഫസിസ് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് കൂടുതൽ ഇതിലേക്ക് വന്നു. അപ്പോൾ ഗവൺമെൻറ് എൻ്റർപ്രൈസസ് എന്താണെന്ന് വെച്ചാൽ അവർ കുറേ എൻ്റർപ്രൈസസ് ലോസ് മേക്കിംഗ് ഫേംസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് നല്ല മാനേജ്മെൻറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് യൂട്ടിലൈസേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള പ്രോഫിറ്റ് പോലും അവർക്ക് കിട്ടുന്നില്ല. അവർ ലോസ് മേക്കിങ്ങിലേക്ക് പോവുകയാണ്. കൂടുതൽ സ്ഥലത്ത് പ്രൈവറ്റ് ഫേംസ് അവർ കൈയടക്കി വാഴുന്നു, അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് ഫേംസ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. ഗവൺമെൻറ് ഫേംസ് ആണെങ്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഇതിൽ ഗവൺമെൻറ് ഒരു ബോർഡ് രൂപീകരിച്ചു, ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ബോർഡ് രൂപീകരിച്ചിട്ട് ആ ബോർഡിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൽ ഇപ്പോൾ കുറേ എൻ്റർപ്രൈസസ് ഉണ്ടല്ലോ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 50 എണ്ണം ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ 50 പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇപ്പോൾ ലോസ് മേക്കിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും എൻ്റർപ്രൈസസ് നമുക്ക് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ എന്തെങ്കിലും കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ അത് നമുക്ക് ലോസ് മേക്കിംഗ് മാറ്റിയിട്ട് പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള രീതിയിലാക്കാനായിട്ട് സാധിക്കുന്ന ഏതെങ്കിലും എൻ്റർപ്രൈസസ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അത് റിവൈവലിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് എടുക്കാം. ഇനി അഥവാ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെയ്താലും ഒരു രീതിയിലും രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഫുൾ ലോസിലേ പോകുള്ളൂ എന്നുള്ള എൻ്റർപ്രൈസസ് ഉണ്ടെങ്കിൽ നമുക്കത് ഷട്ട് ഡൗൺ ചെയ്യാം. അത് വെറുതെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, വെറുതെ കയ്യിൽ നിന്ന് പൈസ പോകും എന്നല്ലാതെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിനെപ്പറ്റി ഒപ്പീനിയൻ പറയാൻ പറഞ്ഞു. ഏതൊക്കെ ഫേംസ് നമുക്ക് റിവൈവ് ചെയ്യാം, ഏതൊക്കെ ഷട്ട് ഡൗൺ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒപ്പീനിയൻ കൊടുക്കാൻ പറഞ്ഞു, ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി പല കമ്മിറ്റീസൊക്കെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു. ഇനി ഏതെങ്കിലും ഫേംസ് എങ്ങനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിലൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പല കമ്മിറ്റി ഉണ്ടാക്കി. BIFRൻ്റെ അടുത്തും പറഞ്ഞു നിങ്ങളതിൻ്റെ അനലൈസ് ചെയ്തിട്ട് പറയാൻ പറഞ്ഞ് അങ്ങനെ കൊടുത്തു. അപ്പോൾ ആ പീരീഡിൽ നിന്നായിരുന്നു, ആ പീരീഡിൽ കുറച്ച് പബ്ലിക് കമ്പനീസ് താഴത്തോട്ട് പോകുന്ന ലെവലായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ പബ്ലിക് കമ്പനീസ് കുറച്ച് മേളിലത്തെ ലെവലിലേക്ക് കയറി വരുമായിരുന്നു, കാരണം ഇവർ പല പല പ്രൊജക്റ്റ് എടുത്തു, ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ 90s കഴിഞ്ഞുള്ളതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 6 ആക്ട് മൂവ്മെൻറ്റ് പോലെ അതിന് താഴത്തേക്കാണ് കുറച്ച് മൂവ്മെൻറ്റ് വന്നത്. അതുകൊണ്ടാണ് പലതും ലോസ് മേക്കിംഗ് ആയിപ്പോയത്. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മുടെ എക്കോണമി മിക്സഡ് എക്കോണമി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസും ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസും ഉണ്ട്. അതായത് പബ്ലിക് സെക്ടർ ഓൾമോസ്റ്റ് പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോഴത്തെ എക്കോണമിയിൽ. അതുകൊണ്ടല്ലേ നമ്മളതിനെ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കൂടുതൽ വരുന്നതുകൊണ്ട് എന്താ, പ്രൈവറ്റ് കമ്പനീസായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പ്രൈവറ്റ് കമ്പനി ഇപ്പോൾ റീസണബിൾ പ്രൈസിൽ കൊടുക്കാത്ത ഗുഡ്സ് പബ്ലിക് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പബ്ലിക് കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്ത് പ്രൈവറ്റ് കമ്പനി ചെയ്യുമ്പോൾ ഇപ്പോൾ അവർക്ക് ഒത്തിരി റേറ്റ് കൂട്ടി സെല് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ പബ്ലിക് കമ്പനി സെയിം പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു അരിയാണെന്ന് വയ്ക്കുക, ഒരു ടൈപ്പ് അരി പബ്ലിക് കമ്പനി 30 രൂപയ്ക്ക് കൊടുക്കുകയെന്ന് വയ്ക്കുക, കിലോ 30 രൂപ. അപ്പോൾ പ്രൈവറ്റ് കമ്പനി ആ സെയിം ടൈപ്പ് അരി കൊണ്ട് 100 രൂപയ്ക്ക് കൊടുത്താൽ ആരെങ്കിലും വാങ്ങിക്കില്ല. സോ ഇവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും, പ്രൈവറ്റ് കമ്പനിയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കും. ആളുകൾക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് റീസണബിൾ പ്രൈസിൽ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഇതിൽ ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്ന, മീൻസ് പബ്ലിക് എൻ്റർപ്രൈസസ് അങ്ങനെ ചെയ്യുന്നുണ്ട്, പബ്ലിക് കമ്പനീസ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ പബ്ലിക്കും പ്രൈവറ്റ് കമ്പനീസും കൂടെ പാർട്ട്ണർഷിപ്പിൽ പല വെഞ്ചേഴ്സ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വെഞ്ചേഴ്സ് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റോഡ് കൺസ്ട്രക്ഷൻ ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അതിന് കുറച്ച് കോംപ്ലക്സ് ടെക്നോളജീസ് വേണം, അല്ലെങ്കിൽ കൂടുതൽ മാൻ പവറിൻ്റെ യൂസേജ് ഉണ്ട്, ഒത്തിരി ആളുകൾ വേണം. അപ്പോൾ അത്രയും ഗവൺമെൻറ്റിന് അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്, അത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവർക്ക് അത്രയ്ക്ക് ടെക്നോളജി ഇല്ല, അല്ലെങ്കിൽ അത്രയും മാൻ പവർ ഇല്ല ഇവർക്കത് ചെയ്യാനുള്ളത്. അപ്പോൾ പബ്ലിക് കമ്പനി എന്ത് ചെയ്യും, പ്രൈവറ്റ് കമ്പനിയായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഇതിൽ വരും. അവർ കൈകോർത്തിട്ട് ഓക്കെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യാമോ? അപ്പോൾ പ്രൈവറ്റ് കമ്പനി പറയും ഓക്കെ ഞങ്ങൾ റെഡിയാണ് ചെയ്യാൻ. അപ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ തരണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഞങ്ങൾ എടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ റോഡാണെങ്കിൽ അതിൻ്റെ ടോള് കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾ കളക്ട് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയാവുന്നു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് പണിയുന്നതിൻ്റെ പൈസ നിങ്ങൾ തരണം. അപ്പോൾ പബ്ലിക് കമ്പനി പറഞ്ഞു ഓക്കെ ഞങ്ങളൊന്നുകിൽ അഡ്വാൻസ് പണിയാനുള്ള പൈസ ഞങ്ങൾ തരാം, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നിങ്ങളെടുത്തോ, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രൊജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ അങ്ങനെ പ്രൈവറ്റും പബ്ലിക്കും കൂടെ പാർട്ട്ണർഷിപ്പിൽ പല വെഞ്ചേഴ്സും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് റീസെൻ്റ് ആയിട്ട് വന്ന കൺസെപ്റ്റാണ്, അധികം പഴയതൊന്നല്ല. അപ്പോൾ ഇപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടും ആളുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പല പല പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ. ഇനി ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസ് നമുക്ക് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് അവർ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നേഷന് വേണ്ടി എങ്ങനെയൊക്കെ അവർ ആക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. പല പല പോയിൻറ്റ്സിൻ്റെ ബേസിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾക്ക് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് അനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യണം, ശരിയല്ലേ? ഇപ്പം ഒരു സ്ഥലത്ത് റോഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ റോഡ് മാർഗം ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുമെങ്കിലുള്ള അവിടെ ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കേരളത്തിലൊരു സ്ഥലത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് പല പല സ്ഥലത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ എല്ലായിടത്തേക്കും പോകാൻ എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടാവണ്ടേ? അതുപോലെ റോഡോ റെയിലോ എയറോ എന്തെങ്കിലും ഒരു മാർഗം വേണം, നമുക്ക് അതിൽ കൂടെയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പല ഡെവലപ്മെൻറ്റ് വേണം. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് അങ്ങനെ പ്രൈവറ്റ് കമ്പനീസ് പറ്റില്ല, അല്ലെങ്കിൽ അവർ പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ് അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ആണെങ്കിലും അങ്ങനെ പല പല പ്രൊജക്ട്സ് ഗവൺമെൻറ് ചെയ്തു. ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഫോം ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രീസ് കൂടുതൽ ഫോം ചെയ്യുമ്പോൾ എന്താ, അതിനനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് കൂടും, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടും, പ്രൊഡക്ട്സ് കൂടും. അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായി. അത് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ പല ബെനിഫിറ്റ്സും നേഷനുണ്ടായി. അതുകൂടാതെ തന്നെ ആളുകൾക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക, നല്ല ടെക്നീഷ്യൻസിന് കറക്റ്റായിട്ട് ട്രെയിനിങ് കൊടുത്ത് നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രൈവറ്റ് സെക്ടർ ചെയ്യാതിരുന്ന പല ആക്ടിവിറ്റീസും പബ്ലിക് സെക്ടർ ചെയ്തു. പിന്നെ ഒരു റീജിയണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പബ്ലിക് സെക്ടർ ഹെൽപ്പ് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് അവർ പറഞ്ഞു അവർക്ക് ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് കിട്ടാത്ത ഒന്നിലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന്. അപ്പോൾ അവർ നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇപ്പോൾ റോഡ് മാർഗമോ അല്ലെങ്കിൽ റെയിൽ മാർഗമോ അല്ലെങ്കിൽ കപ്പൽ വരാനുള്ള ഫെസിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഡെവലപ്ഡ് ഏരിയസിൽ മാത്രം ഇവർക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്ന ഏരിയയിൽ മാത്രമേ ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താ, ആ ഒരു ഏരിയ മാത്രം ഡെവലപ്പ് ആവും, ബാക്കിയുള്ള ഏരിയ ഒന്നും ഡെവലപ്പ് ആകാതെ കിടക്കുവാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളും നോക്കിയാൽ അറിയാം, ചില സ്ഥലം വലിയ ടൗൺ അങ്ങനെയായിട്ട് ഒത്തിരി ഷോപ്സ് അല്ലെങ്കിൽ നല്ല ഡെവലപ്മെൻറ്റ് ആ ഏരിയയിൽ വരും. നമ്മൾ പല പ്രാവശ്യം കാണുമ്പോഴും ആ ഏരിയ നല്ല ചേഞ്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ഏരിയാസ് ഇപ്പോഴും ബാക്ക്വേർഡ് ഏരിയാസായിട്ട് തന്നെ കിടക്കുവാണ്, വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള റീജിയണൽ ഇംബാലൻസ് ഒഴിവാക്കാൻ, അത് ഇല്ലാതെയാക്കാൻ വേണ്ടി പബ്ലിക് സെക്ടർ ഹെൽപ്പ് ചെയ്തു. അതിന് ഇവരെന്താ ചെയ്തത്, അത്ര ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഏരിയയിലൊക്കെ ഇവർ പോയി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് വരുമ്പോൾ നോർമലി അതിന് ചുറ്റിപ്പറ്റി കുറേ ആളുകൾക്ക് ജോലി കിട്ടും, അവിടെ കുറച്ച് വേറെ ഷോപ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ആ ഏരിയയും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള ബാക്ക്വേർഡ് ഏരിയാസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പബ്ലിക് സെക്ടർ ഹെൽപ്പ് ചെയ്തു. അവരവിടെ പോയി എന്തെങ്കിലും എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ഓൾറെഡി ഡെവലപ്ഡ് ആയ സ്ഥലത്ത് ഒത്തിരി പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് വന്ന് അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഗ്രോത്ത് മുഴുവൻ പ്രൈവറ്റ് സെക്ടർ കൈയടക്കുന്നു എന്നുള്ള രീതി വരാതിരിക്കാനും പബ്ലിക് സെക്ടർ ഹെൽപ്പ് ചെയ്തു, റീജിയണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ. ഇനി നെക്സ്റ്റ് വൺ, എക്കോണമീസ് ഓഫ് സ്കെയിൽ. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു ഫാക്ടറി ഉണ്ടെന്ന് വയ്ക്കുക, ഞാൻ ആ ഫാക്ടറിയിൽ ഒരു 10 എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ മന്ത്ലി ഇപ്പോൾ ഒരാൾക്ക് 10,000 വെച്ചാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വേണ്ട 10 എംപ്ലോയീസിനും കൂടെ ഞാനൊരു 2 ലക്ഷം രൂപ സാലറി കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഈ 10 എംപ്ലോയീസ് ദിവസം ഫുൾ വർക്ക് ചെയ്താലും ദിവസം ഫുൾ വർക്ക് ചെയ്തില്ലെങ്കിലും ഞാൻ ആ പ്ലാന്റിൽ ഇപ്പോൾ ആകെ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വയ്ക്കുക ഒരു ദിവസം. 5000 യൂണിറ്റ് മാറ്റിയിട്ട് ഞാൻ 7000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ 10000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഞാൻ ഈ സാലറി ഇവർക്ക് കൊടുക്കണം. 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോളെങ്കിലും ഞാൻ ഈ സാലറി ഇവർക്ക് കൊടുക്കണം, എത്രയാണ് ചെയ്യുന്നതെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ എൻ്റെ കോസ്റ്റ് കുറയുന്നത്. 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ 10,000 20,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് എൻ്റെ കോസ്റ്റ് കുറയുകയാണ്. ഈ സെയിം എമൗണ്ട് സാലറി ഞാൻ ഓൾറെഡി പേ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ എന്താ, എൻ്റെ കോസ്റ്റ് കുറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ
ലെവൽ ഓഫ് ഔട്ട്പുട്ടിൻ്റെ ലെവൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ട് നമ്മളുടെ കോസ്റ്റ് സേവ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിച്ചു. കാരണം ഗവൺമെൻറ് എൻ്റർപ്രൈസ് ഓപ്പൺ ചെയ്യുമ്പോൾ അവരെങ്ങനെ കുറച്ച് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഓപ്പൺ ചെയ്യുന്നത്. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല എന്ന് നമ്മളോട് ആദ്യമേ പറഞ്ഞായിരുന്നു. സോ പബ്ലിക് എൻ്റർപ്രൈസസ് കുറച്ച് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ചും കൂടെ നല്ല രീതിയിലാണ് വലിയൊരു ഫേമായിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അവർക്ക് ലാർജർ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പെർ യൂണിറ്റിൻ്റെ കോസ്റ്റ് കുറയുമ്പോൾ അവർക്ക് ആളുകൾക്കും അതുപോലെ ലോവസ്റ്റ് റേറ്റിൽ ഗുഡ്സ് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ചെക്ക് ഓവർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ മാത്രം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും ഇൻകം എല്ലാം ആർക്ക് മാത്രമാണ് പോകുന്നത്? പ്രൈവറ്റ് സെക്ടറിന് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മുഴുവൻ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആളുകളുടെ കയ്യിൽ മാത്രമാണ് വരുന്നത്. നേരെ മറിച്ച് അവിടെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കൂടി ഉണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ ആ ഒരു ഫീൽഡ് കൈയടക്കി വയ്ക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ വെൽത്ത് അല്ലെങ്കിൽ ആ പവർ മുഴുവൻ ഈ പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിൽ മാത്രമായിട്ട് പോവുമോ? ഇല്ല. കാരണം അവിടെ ഗവൺമെൻറ്റിൻ്റെ എൻ്റർപ്രൈസസും കൂടി ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് നടത്തുന്നു എന്ന് വയ്ക്കാം. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ആ ബിസിനസ് നടത്തുന്ന ആളായിട്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ, എനിക്ക് അവിടുത്തെ ഒരു പവർ ഉണ്ട് എനിക്കിത്. കാരണം ഞാൻ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റാലേ ഉള്ളൂ ആളുകൾക്കത് മേടിക്കാൻ പറ്റുള്ളൂ. ആ ഏരിയയിൽ വേറെ ആരും അത് ചെയ്യുന്നില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ആരുടെ കയ്യിലാണ് വരുന്നത്? എൻ്റെ കയ്യിലാണ് വരുന്നത്. അത് 10 ലക്ഷം ആണെങ്കിലും 10 കോടിയാണെങ്കിലും 100 കോടിയാണെങ്കിലും ആ വെൽത്ത് മുഴുവൻ എൻ്റെ കയ്യിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. നേരെ മറിച്ച് അവിടെ വേറെ ഒരു ഗവൺമെൻറ് കമ്പനി ഉണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ് കമ്പനിയും കൂടി ഉണ്ടെങ്കിൽ എന്താ, എനിക്കിതുപോലെ എൻ്റെ കയ്യിൽ മാത്രം വെൽത്ത് വന്ന് അക്യുമുലേറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പബ്ലിക് കമ്പനീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ വരാതിരിക്കാനുള്ള സ്റ്റെപ്സും അവർ ചെയ്തിരുന്നു. ഇനി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊരു രാജ്യത്തു നിന്ന് സാധനങ്ങൾ നമ്മളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുക. അതെന്താ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? നമ്മളുടെ രാജ്യത്ത് ആ പ്രൊഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് നോർമലി അഫോർഡബിൾ റേറ്റിൽ ആ പ്രൊഡക്റ്റ് കിട്ടാത്തതുകൊണ്ടോ അല്ലേ നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. നമ്മളുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ഉള്ളൊരു സാധനം നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുത്തിക്കില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പല സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ മേക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മൾ തന്നെ ഉണ്ടാക്കി. നമ്മൾ ഇൻഡസ്ട്രീസിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു, ഇൻഡസ്ട്രീസ് കൂടുതൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് തന്നെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യാതെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കൂടുതലായിട്ട് വന്നതോടുകൂടി. പിന്നെ നമുക്ക് 1991 തൊട്ടുള്ള പോളിസി ചേഞ്ച്, അതായത് 1991 കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കുറച്ച് ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ചേഞ്ച് വന്നു. അപ്പോൾ കുറച്ച് റിഫോംസ്, കുറച്ചൊരു നല്ല മെഷേഴ്സ് അവർ അതിനുവേണ്ടി ഗവൺമെൻറ് പബ്ലിക് സെക്ടറിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തു. കാരണം നമ്മൾ പറഞ്ഞു 1990s കഴിഞ്ഞപ്പോൾ നമ്മുടെ LPG കൂടുതൽ വന്നു. LPG കൂടുതൽ വന്നപ്പോൾ കൂടുതൽ എംഫസിസ് ചെയ്തിനാണ് പോയത്? പ്രൈവറ്റ് സെക്ടറിന് പോയി. അപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസ് പലതും ലോസ് മേക്കിംഗ് എൻ്റർപ്രൈസസ് ആയി. അപ്പോൾ അതുകൊണ്ട് അതിനെ റിഫോം ചെയ്യാനായിട്ട് പല പ്രൊസീജിയറും പല പ്ലാൻസും ഗവൺമെൻറ് ചെയ്തു. അതിലൊരെണ്ണം റീസ്ട്രക്ചർ ആൻഡ് റിവൈവ് പൊട്ടൻഷ്യലി വയബിൾ PSUs. ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ ലോസ് മേക്കിംഗ് ആണ്, ഇപ്പോൾ അതിന് ദൈനംദിന ചെലവിനുള്ള എക്സ്പെൻസ്, അതിനുള്ള ഇൻകം പോലും ആ എൻ്റർപ്രൈസസിന് മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ലോസ് മേക്കിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റർപ്രൈസസ് ഏതെങ്കിലും നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് അത് നല്ലൊരു എൻ്റർപ്രൈസാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? നമുക്കതിനെ അങ്ങനെ എന്താ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്ന് സ്റ്റഡി ചെയ്യാൻ അവരത് നോക്കി. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഫേംസ് ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ തിരിച്ചത് പ്രോഫിറ്റ് മേക്കിംഗ് ആകുമ്പോൾ അത് ഗവൺമെൻറ്റിന് നല്ലതല്ലേ, പ്രോഫിറ്റ് വരാൻ തുടങ്ങിയാൽ. ഇനി ഒരു കാരണം കൊണ്ടും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എൻ്റർപ്രൈസസ് ആണെങ്കിൽ അത് ക്ലോസ് ഡൗൺ ചെയ്തേക്കുക, ഷട്ട് ഡൗൺ ചെയ്തേക്കുക. കാരണം അങ്ങനെയുള്ളൊരു ഫേം ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. സോ അതുകൊണ്ട് അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തു അങ്ങനെയുള്ള ഫേംസ് ഒരു വിധത്തിലും റിവൈവ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഫേംസ് ഷട്ട് ഡൗൺ ചെയ്തേക്കുക. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇക്വിറ്റി സ്റ്റേക്ക് പല നോൺ സ്ട്രാറ്റജിക് PSUs 26% അല്ലെങ്കിൽ അതിൽ താഴെയാക്കി കുറച്ചു. അപ്പം സ്ട്രാറ്റജിക് PSUs ആയിട്ട് വരുന്നത് ബാങ്കിങ്, ഇൻഷുറൻസ്, ഡിഫൻസ് ആൻഡ് എനർജി ഫീൽഡാണ്. അപ്പോൾ അതല്ലാത്ത ബാക്കി സെക്ടേഴ്സ് അതിൽ ഗവൺമെൻറ് ഇക്വിറ്റി സ്റ്റേക്ക് കുറച്ചു. അവർ 26% അതിൽ താഴെയായിട്ട് ഇക്വിറ്റി സ്റ്റേക്ക് കുറച്ചു. പിന്നെ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക,
അങ്ങനെയുള്ള ഡിസിഷൻസൊക്കെ അവരെടുത്തു. അതിനുള്ള ആക്ടിവിറ്റീസ് എന്താണോ അതെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ അവർ ഡിസൈഡ് ചെയ്തു. പിന്നെ ഇവർ ചെയ്ത മേജർ 4 റിഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ്. നേരത്തെ പബ്ലിക് സെക്ടറിന് റിസർവ് ചെയ്തിരുന്നത് 17 ഇൻഡസ്ട്രി ആയിരുന്നു. അതായത് ആ 17 ഇൻഡസ്ട്രി ആ ഫീൽഡിൽ പ്രൈവറ്റ് സെക്ടറിന് ഇൻഡസ്ട്രീസ് ഓപ്പൺ ചെയ്യാനോ റൺ ചെയ്യാനോ സാധിക്കില്ല. അത് ഓൺലി ഫോർ പബ്ലിക് സെക്ടറാണ്. നമ്മൾ റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവിടെ ചില സീറ്റിലൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചേക്കുന്നതാണല്ലേ റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അത് ആരാണോ റിസർവ് ചെയ്തേക്കുന്നത് അവർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഇതിലും പബ്ലിക് സെക്ടർ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു. അവിടെ പ്രൈവറ്റ് സെക്ടറിന് ഓപ്പറേറ്റ് ചെയ്യാനേ സാധിക്കില്ല. അത് 17 നിന്ന് ആദ്യം 8 ആയിട്ട് കുറച്ചു. 1956 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ അത് 17 ആയിരുന്നു. 1991 ആയപ്പോൾ അത് 17 നിന്ന് 8 ആയി. ഇനി അപ്പോൾ അതിന് അതെന്താ, ബാക്കി സ്ഥലത്തേക്ക് പ്രൈവറ്റ് സെക്ടറിന് എൻ്റർ ചെയ്യാനും ബിസിനസ് ചെയ്യാനും സാധിക്കും. ഇനി 2001 ആയപ്പോൾ അത് 3 ആയിട്ട് കുറഞ്ഞു. 80 നിന്ന് 3 ആയിട്ട് കുറഞ്ഞു. ആറ്റോമിക് എനർജി, ആംസ് ആൻഡ് റെയിൽ ട്രാൻസ്പോർട്ട്, ഈ 3 ഫീൽഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പ്രൈവറ്റ് സെക്ടറിന് അവരുടെ ബിസിനസ് ഓപ്പൺ ചെയ്യാനും റൺ ചെയ്യാനും സാധിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് എ സെലക്ട് സെറ്റ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. കുറേ എൻ്റർപ്രൈസസ് ഇവർ നോക്കിയിട്ട് അതിൻ്റെ ഷെയർസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവർ ഹോൾഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല എന്ന് ഇവർക്ക് തോന്നി. അപ്പോൾ ഇവർ വിചാരിക്കണം, ഇപ്പോൾ എക്സാമ്പിൾ ഒരു 5 കമ്പനിയിലായിട്ട് ഞാനാണ് ഗവൺമെൻറ് എന്ന് വയ്ക്കുക. അപ്പോൾ ഒരു 5 കമ്പനിയിലായിട്ട് ഞാനൊരു 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഈ 5 കമ്പനിയിൽ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കിടന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല, അതിൽ നിന്ന് എനിക്ക് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, വലിയ ലോസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ കമ്പനിയിലേക്ക് പൈസ അങ്ങോട്ട് ഇടുമ്പോൾ അതിനെന്താ പറയുക, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആ കമ്പനിയിൽ നിന്ന് പൈസ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുവാണ്. അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ആ കമ്പനിയിൽ അങ്ങോട്ട് പൈസ ഇട്ടപ്പോൾ എനിക്ക് ഷെയർസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ഷെയർസ് തിരിച്ച് പബ്ലിക്കിന് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് സെല്ല് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ ഷെയർസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഈ കമ്പനി നടത്താവുന്നതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പബ്ലിക്കിനോട് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനോട് പറയുന്നു. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിനോ ജനറൽ പബ്ലിക്കിനോ ആർക്കാണോ താല്പര്യമുള്ളത് അവർക്ക് ആ ഷെയർ മേടിക്കാം, ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ വാങ്ങിക്കാം, അവർക്കത് റൺ ചെയ്യാം. അങ്ങനെയുള്ള രീതിയിൽ ചെയ്തു. അതെന്തിനു വേണ്ടിയാണ് ചെയ്തത്? അവർക്ക് പൈസ റിസോഴ്സസ് അവർക്ക് റേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ആ കമ്പനിയിൽ എൻ്റെ 1 കോടി രൂപ ബ്ലോക്കായി കിടക്കുമല്ലേ, ആ 1 കോടി രൂപയിൽ നിന്ന് എനിക്ക് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല, ലോസാണ്, എനിക്ക് ആ പൈസ വേറൊന്നിനും ഉപയോഗിക്കാനും പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ ആ ഷെയർ വിറ്റപ്പോൾ എനിക്ക് 1 കോടി രൂപ തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ തിരിച്ച് കിട്ടിയ 1 കോടി രൂപ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാമല്ലോ, വേറെ എന്തെങ്കിലും പ്രോഫിറ്റബിളായ കാര്യത്തിന് എനിക്ക് ആ എമൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് കുറച്ചും കൂടെ എനിക്ക് നല്ലത്. എനിക്ക് മീൻസ് ഗവൺമെൻറ് പബ്ലിക് സെക്ടറിന് കുറച്ചും കൂടെ നല്ലത് ആ ഒരു ഗുണവും ഇല്ലാതെ കിടക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്നതല്ലേ. അതുപോലെ തന്നെ ജനറൽ പബ്ലിക്കിൻ്റെ കുറച്ചും കൂടെ നല്ല പാർട്ടിസിപ്പേഷനും ഉണ്ടാവും. കാരണം അവർ ഓണർഷിപ്പിലേക്ക് വരുമല്ലേ. അപ്പോൾ നമ്മളുടെ സ്വന്തം ബിസിനസ് നമ്മൾ നോക്കുന്ന പോലെ വേറെ വല്ലവരുടെയും ബിസിനസ് നമ്മൾ നോക്കില്ലല്ലോ, അത്രയും നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ലല്ലോ. അതുപോലെ തന്നെ ഗവൺമെൻറ് നടത്തുമ്പോൾ ഗവൺമെൻറ്റിൽ നടത്തുന്ന ആളുകൾ ചിലപ്പോൾ എല്ലാവരും നല്ല മാനേജീരിയൽ എഫിഷ്യൻസി ഉള്ളവരോ അല്ലെങ്കിൽ അതുപോലെ അത്ര കൃത്യമായിട്ട് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ആയിക്കൊള്ളണം എന്നില്ല. ആ സമയത്ത് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആവുമ്പോൾ അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആവുമ്പോൾ അവർ കുറച്ചും കൂടെ നല്ല മാനേജീരിയൽ എഫിഷ്യൻസി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതുപോലത്തെ പ്രൊഫഷണൽ മാനേജേഴ്സിനെ കൊണ്ട് അവർക്കത് മാനേജ് ചെയ്യിക്കാനും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആക്കിയത് ഇവർക്കത് മാറ്റാൻ സാധിക്കും ആ ബിസിനസ് ഫേംസിനെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിസോഴ്സസ് ബ്ലോക്ക് ആവാതെ ഒരു ഗുണവും ഇല്ലാതെ വെറുതെ പൈസ എവിടെയെങ്കിലും കിടക്കാതെ അത് വിറ്റിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ ജനങ്ങൾക്ക് ഫലപ്രദമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വേറെ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഗുണമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഗുണവും ഇല്ലാതെ ഒരു സ്ഥലത്ത് പൈസ ഇരിക്കാതെ അതിൽ നിന്ന് നമുക്ക് ആ ബ്ലോക്ക്ഡ് റിസോഴ്സസിനെ നമുക്ക് റിലീസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി ആയ ഏരിയയിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ലോസ് മേക്കിംഗ് എന്ന് പറയുമ്പം അതിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സ് നടന്നു പോകണമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യും? നമ്മൾ കടമെടുക്കുമ്പോൾ അതൊരു ഒരു ബാധ്യതയാണ്, അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം, ശരിയല്ലേ? ഗവൺമെൻറ് അങ്ങനെ പേ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കോടി രൂപ ഞാൻ കടമെടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 കോടി രൂപേൻ്റെ ബാധ്യതയാണ്, ഞാൻ തിരിച്ചു കൊടുക്കാനുള്ളതാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ കൊടുക്കണം. ആരുടെ ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് 1 കോടി രൂപ കടമെടുത്തെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് തരണ്ടേ, ഇല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ എന്താ, എൻ്റെ കടവും തീർന്നു, ഞാൻ വെറുതെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കേണ്ട.
ഇനി നമ്മൾ ഈ വലിയ പ്രൊജക്ട്സിൽ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന ഏതാ, പ്രൈവറ്റ് സെക്ടർ വലിയ പ്രൊജക്ട്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിലൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കേസ് വരുമ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ എന്താ, റിസ്ക്കും കൂടുവാണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു 1,00,000 രൂപ മുടക്കി ഞാനൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ അഥവാ ഫുൾ ലോസ് വന്നാലും എനിക്ക് എത്ര രൂപ പോകും? 1,00,000 രൂപ പോകും. ആ സമയത്ത് ഞാൻ 10 കോടി രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ ഫുൾ ലോസ് വന്നാൽ എനിക്ക് എത്ര പോകും? 10 കോടി രൂപ പോകും. സോ റിസ്ക് ഏതിലാണ് കൂടുതൽ? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതിലാണ്. അപ്പം അങ്ങനെ വരാതെ പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ റിസ്ക് പ്രൈവറ്റ് സെക്ടറിലേക്ക് പതുക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അതും കൂടിയാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് എന്തൊക്കെയാണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ളത് നമ്മളിതിൽ പോയിൻ്റ് വൈസ് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക, അത് ക്ലിയർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് മറ്റേ ഗവൺമെൻറ് കൺട്രോൾ മാറ്റിയിട്ട് ഒരു കോർപ്പറേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണത്, മാനേജറിയൽ എഫിഷ്യൻസിയുടെ. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് തന്നെ മാറ്റി, അതായത് ഇവർ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഷെയർസ് വേറെ ആളുടെ കയ്യിലാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൺട്രോളൊക്കെ ആരാ ചെയ്യുന്നത്? ആ പ്രൈവറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. ഇപ്പോൾ ഗവൺമെൻറ് സെല്ല് ചെയ്തു, ആ ഷെയർസ് ഞാനാണ് മേടിച്ചതെന്ന് വയ്ക്കുക. അപ്പോൾ പിന്നെ ആ കമ്പനി നടത്തുന്നവരാണ് ഞാനാണ്, കാരണം എൻ്റെ കയ്യിലാണ് മേജർ ഷെയർ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആ കമ്പനി ചിലപ്പോൾ നടത്തും, കാരണം എൻ്റെ പൈസയല്ലേ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗവൺമെൻറ് കൺട്രോൾ മാറ്റിയിട്ട് ഒരു കോർപ്പറേറ്റ് കൺട്രോൾ വരുത്തുക. കാരണം നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിലും ഒരു പ്രൈവറ്റ് ഒരു കമ്പനിയിലും നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ആ പ്രൈവറ്റ് കമ്പനി കുറച്ചും കൂടെ നല്ല രീതിയിലായിരിക്കും നടക്കുന്നത്, അവിടെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓഫീസസിൽ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കൺട്രോൾ മാറ്റിയിട്ടൊരു കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരിക. പിന്നെ ആളുകൾക്ക് കൂടുതൽ ചോയ്സസ് കൊടുക്കുക, കൂടുതൽ ചോയ്സ് അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഓഫർ കൊടുക്കുക, ഉള്ള പ്രൊഡക്ട്സ് റീസണബിൾ പ്രൈസിൽ ഓഫർ ചെയ്യാൻ പറ്റുക. അതുമെല്ലാം ഒരു പ്രൈവറ്റ് സെക്ടറിനെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ടെലികോം സെക്ടറിൽ നേരത്തെ BSNL മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവർ മാത്രമേ ഉള്ളെങ്കിൽ എന്താ, അവർ പറയുന്ന റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് വേറെ ചോയ്സസ് ഇല്ല, ഓപ്ഷൻസ് ഇല്ല. ആ സമയത്ത് ഇപ്പോൾ വോഡഫോണോ ഐഡിയോ ജിയോയോ അങ്ങനെ വേറെ ആളുകൾ വന്നപ്പോൾ അവർ കോമ്പറ്റീഷനാകുമ്പോൾ എന്താ, അവർ മാക്സിമം റേറ്റ് കുറയ്ക്കും. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റേറ്റ് കുറയ്ക്കുമ്പോൾ കസ്റ്റമർക്ക് കുറച്ചും കൂടെ അത് ബെനിഫിറ്റാണ്. അല്ലെങ്കിൽ അവർക്ക് ചോയ്സസ് ഉണ്ട്, ഈ പ്രൊഡക്റ്റ് എടുക്കണോ ആ പ്രൊഡക്റ്റ് എടുക്കണോ അല്ലെങ്കിൽ വേറെ ഏത് എടുക്കണം എന്ന് കസ്റ്റമർക്ക് ചോയ്സസ് വെച്ച് കമ്പയർ ചെയ്ത് എടുക്കാൻ സാധിക്കും. അവർക്ക് ബെനിഫിറ്റ്സും കൂടും. കാരണം കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ അടുത്ത ആൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുള്ളൂ, എന്നാലല്ലേ അവർക്ക് കസ്റ്റമറെ കിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമർക്ക് അത് കുറച്ചും കൂടെ ബെനിഫിറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റീസൺസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ പോരെ, അതിന് എന്തിനാ ഇങ്ങനെ മടി കാണിക്കുന്നത്, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, പോളിസി റിഗാർഡിംഗ് സിക്ക് യൂണിറ്റ്സ് ടു ബി ദ സെയിം ആസ് ദാറ്റ് ഫോർ ദ പ്രൈവറ്റ് സെക്ടർ. അതായത് സിക്ക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരാൾ സിക്കാണെന്ന് പറഞ്ഞാൽ എന്താ, അയാൾ സുഖമില്ലാതെ കിടക്കുകയെന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അയാളൊരു അവശനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ബിസിനസ്സിനെ കൊണ്ട് വലിയ ഗുണവുമില്ല, അതൊരു അവശ്യ നിലയിലാണെന്ന് പറഞ്ഞാൽ എന്താ, അത് ലോസ് മേക്കിംഗ് ആണ്. അത് ആ ബിസിനസ് റൺ ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, നമുക്കൊരു ഗുണവുമില്ല ആ ബിസിനസ് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോസ് മേക്കിംഗ് യൂണിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ബോർഡിനെ റെഫർ ചെയ്യുന്നു. ആ ബോർഡിന് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ബോർഡ് അങ്ങനെയുള്ള യൂണിറ്റ്സ് പഠിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അതിലേതെങ്കിലും യൂണിറ്റ്സ് തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റിവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക, അല്ലാത്തത് ക്ലോസ് ഡൗൺ ചെയ്തേക്കുക, നടത്തിക്കൊണ്ട് പോയി വെറുതെ നഷ്ടം വരുത്തേണ്ട, സോ ക്ലോസ് ഡൗൺ ചെയ്തേക്കുക എന്ന് ഇവർ ഡിസൈഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ബോർഡിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി എംപ്ലോയീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു 50 ബിസിനസ് ഫേം അങ്ങനെ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വയ്ക്കുക. ആ 50 ബിസിനസ് ഫേമിൽ ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവില്ലേ, ആ എംപ്ലോയീസിൻ്റെ ഇൻകം എന്താണ്, ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സാലറിയാണ് ഇവരുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ കമ്പനി അങ്ങ് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ, ഒരു വരുമാനം ഇല്ലാത്ത അവസ്ഥയാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ജോലി പോയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു നാഷണൽ റിന്യൂവൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് രൂപീകരിക്കുന്നു. അപ്പോൾ ആളുകൾക്ക് ആർക്കെങ്കിലും വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ
അവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കും. അവർക്ക് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോകാവുന്നതാണ്. അല്ലാത്ത കേസിൽ ജോലി പെട്ടെന്ന് നഷ്ടമായവർക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടി നാഷണൽ റിന്യൂവൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് രൂപീകരിക്കുന്നു. ഇനി നെക്സ്റ്റ് ചെയ്തത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, MOU. MOUവിൽ എന്താ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഒരു കമ്പനിയാണെന്ന് വയ്ക്കുക. ഒരു കമ്പനിക്ക് ഗവൺമെൻറ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ്, നിങ്ങൾ ഈ മാസം 10 lakhs പ്രോഫിറ്റ് ഉണ്ടാക്കണം. 10 lakhs അവർക്കൊരു പ്രോഫിറ്റ് ടാർഗറ്റ് കൊടുക്കുവാണ്, 10 lakhs പ്രോഫിറ്റ് ഉണ്ടാക്കണം. ബട്ട് അതിന് നിങ്ങൾ ഇന്ന രീതിയിൽ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. അതിനുള്ള ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് ഡിസൈഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തന്നേക്കുന്നു. എന്ന് വെച്ച് തോന്നിയ പോലെ പോകാനല്ല, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കും, ബട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് തിരിയരുത്, അങ്ങോട്ട് നോക്കരുത്, അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഇത്രയാണ്, ഈ മാസം 10 lakhs പ്രോഫിറ്റ്, അത് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു MOU അവർ തമ്മിൽ വയ്ക്കുവാണ്, ഒരു ധാരണ വയ്ക്കുവാണ്. ഈ MOU വയ്ക്കുന്നത് ഏത് സെക്ടറിലുള്ള ഓർഗനൈസേഷനാണോ ആ സെക്ടറിലെ മിനിസ്ട്രിയും ആ സെക്ടറിലെ ഓർഗനൈസേഷൻ്റെ ആളുകളും തമ്മിലാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പല പല സെക്ടേഴ്സ് ഉണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, അല്ലെങ്കിൽ റവന്യൂ, അങ്ങനെ ഏത് സെക്ഷനാണോ അവിടുത്തെ മിനിസ്റ്ററും അവിടുത്തെ ആ അണ്ടർടേക്കിങ്ങിൽ ആ കമ്പനിയുടെ ആളുകളെന്നെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ആളുകളുമായിട്ട് എഗ്രിമെൻറ്റ് മീൻസ് അവരിങ്ങനെ ഒരു ഇതിൽ വയ്ക്കുവാണ്, MOU വയ്ക്കുവാണ്. അപ്പോൾ അതിൽ ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആ ചെയ്യുന്നത് മിനിസ്ട്രിയുടെ ലെവലിൽ നിന്ന് അവർ വാച്ച് ചെയ്യും. ബട്ട് ഇവരിടയ്ക്കിടയ്ക്ക് ഇടപെടില്ല, നിങ്ങളിങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ബട്ട് പ്രോഫിറ്റ് ഉണ്ടാവണം, ടാർഗറ്റ് ഇത്ര ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് കൊടുക്കുമ്പോൾ എന്താ, ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ചേച്ചിമാരോ ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലോ, നിങ്ങളവരോട് ചോദിച്ചാൽ അറിയാം, എല്ലായിടത്തും ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടാർഗറ്റ് ഉള്ളപ്പോഴേ ഉള്ളൂ ആളുകൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് എങ്ങനെയെങ്കിലും ആ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവരുടെ കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടും, ആ കമ്പനിക്കും അതാണ് നല്ലത്, അവർക്ക് പ്രോഫിറ്റ് കൂടും. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാസം 10,000 സാലറി കിട്ടുമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അധികം വർക്ക് ചെയ്യില്ല, കാരണം വർക്ക് ചെയ്തില്ലെങ്കിലും സാലറി കിട്ടുമല്ലോ. ബട്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടാർഗറ്റ് അവർ തന്നിട്ട്, ഇപ്പോൾ 10,000 യൂണിറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് 10,000 സാലറി കിട്ടുള്ളൂ, അങ്ങനെ ഒരു രീതിയിൽ വന്നാലോ നിങ്ങൾ എന്തായാലും 10,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ കമ്പനിക്ക് 10,000 യൂണിറ്റ്സ് പ്രൊഡക്റ്റ് കിട്ടുവാണ്. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് കൊടുത്തിട്ട് അവരുടെ വർക്ക് അതാത് മിനിസ്ട്രി അനലൈസ് ചെയ്തു, എന്നിട്ട് അവർ തമ്മിൽ അതിനെപ്പറ്റി ഡിസ്കഷനും എല്ലാം വരുത്തും. അങ്ങനെ ആ കമ്പനി, ലോസിൽ പോകുന്ന കമ്പനീസ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് ശ്രമിച്ചു. അപ്പോൾ ഇതാണ് പബ്ലിക് സെക്ടറിൻ്റെ റോള് വരുന്നതും, പബ്ലിക് സെക്ടർ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ നേഷനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇൻഡസ്ട്രീസിനും എല്ലാം വേണ്ടി ചെയ്ത ചേഞ്ചസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പോയിന്റ് മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഡിസ്കസ് ചെയ്യാം, MNCs അത് ഡിസ്കസ് ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.